എല്ലാ പണിയും തീർത്ത് നമുക്ക് ടി വിക്ക് മുന്നിൽ ഇരിക്കണം. ഫുട്ബോളിൽ ഇന്നത്തെ ഉദ്ഘാടന മത്സരം തൊട്ട് നമുക്ക് അങ്ങ് കാണണം. നാട്ടിലെ എല്ലായിടത്തും ആവേശമുണ്ട്. ഇത്തവണ പക്ഷെ നമ്മൾ ഞെട്ടിച്ച ഒരു സ്ഥലം ഇടുക്കിയാണ് കേട്ടോ. ഇടുക്കി കുളമാവില് ഫുൾ റേഞ്ച് ആഘോഷം. നമ്മളെ അവിടുത്തെ പ്രതിനിധി ആഷിക്ക് കഴിഞ്ഞ ദിവസം മനോഹരമായ ഒരു കാഴ്ച നമുക്ക് അവിടെ കാണിച്ചു. കുളമാവ് ഡാമിന്റെ നടുക്ക് അവിടെ ഒരു വലിയൊരു കാഴ്ച നമുക്ക് മുന്നിൽ ആഷിക്ക് നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. ആഷിക്ക ഇന്ന് എവിടെയാണ്? ഞാൻ ഇന്നുള്ളത് ഒരു ലോ റേഞ്ചിലാണ്. പക്ഷേ ലോ റേഞ്ചിലും ഫുട്ബോൾ ആവേശം ഹൈ റേഞ്ചിൽ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞങ്ങളുള്ളത് ഉടുമ്പന്നൂരിലെ പാറേക്കവല എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിലെ ഒരു ഫുട്ബോൾ ആവേശം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇന്ന് ലോക ഫുട്ബോളിനെ വരവേൽക്കുവാൻ വേണ്ടി ഇന്ന് ഇവരൊരു വലിയൊരു ജാഥ പ്രകടനം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. ഇവിടെ ഹൈജാക്കേഴ്സ് എന്ന് പറയുന്ന ഇവിടുത്തെ ലോക്കൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ഉള്ളതാണ്. അപൂർവം ക്ലബ്ബ് രാജ്യങ്ങളുടെ ആരാധകർ വരെ ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. മഹേഷ്, കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ഒരു സെനഗൽ ആരാധകനെ കണ്ടുകിട്ടുമെന്ന് അറിയില്ല, പക്ഷെ ഇവിടെ ഉടുമ്പന്നൂരിൽ ഒരു സെനഗൽ ആരാധകനുണ്ട് എന്നുള്ളത്. റഷിക, എങ്ങനെയാണ് നിങ്ങൾ സെനഗൽ ആരാധകനായത്? നമ്മള് കഴിഞ്ഞതിന് മുമ്പത്തെ ടൈം പോലെ സെനഗൽ ആരാധകനാണ്. മാനയുടെ കളി നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ്. പട്ടിണി പാവങ്ങളാണ്, തീരെ താഴെക്കടയിൽ നിന്ന് കയറി വരുന്ന ഒരു ടീം അംഗമാണ്. അവർക്ക് ആ സ്പീഡും അവരുടെ ആ ഉത്സാഹമൊക്കെ കാണുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. മൂന്നാം റൗണ്ടിൽ ഈ പ്രാവശ്യം കടക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതാണ് ഫുട്ബോളിന്റെ ഒരു രാഷ്ട്രീയം കൂടി ഉണ്ടല്ലോ, അതുകൂടി ഉൾക്കൊള്ളുന്നവരാണ് ഇവിടുത്തെ ആളുകളിൽ നിന്ന് തെളിയിക്കുന്നതാണ് ഋഷിക്കാട് ഒരു പ്രതികരണം. പിന്നെ മെസ്സി ഉണ്ട്. വേർ ഈസ് മെസ്സി? ഇത്തവണയും കപ്പടിക്കും. ഈ തവണയും കപ്പടിക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം കപ്പടിക്കാനാണ് ചാൻസ് കൂടുതൽ. നമ്മളെ അവിടെ സ്റ്റുഡിയോയിലിരിക്കുന്ന സൈഫുക്കൊക്കെ കടുത്ത മെസ്സി ആരാധകനാണ്. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹം പറഞ്ഞത് ഇത്തവണ വലിയ പ്രഷർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മെസ്സിക്ക് ഇത്തവണ സുഖമായിട്ട് ഒന്നുകൂടി കപ്പടിക്കാൻ പറ്റും. ഇത്തവണയും കപ്പടിക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഫ്രാൻസ് ആരാധന, ഫ്രാൻസ് എന്താണ് പറയുള്ളത്? ഫ്രാൻസ് ഈ പ്രാവശ്യം ഞങ്ങളായിരിക്കും ഫസ്റ്റ് ഇടുക. ഇവർ ചുമ്മാ ഈ പ്രാവശ്യം വരുന്നതാണ്. അർജന്റീനയൊക്കെ ഫ്രാൻസ് ആണ് ഈ പ്രാവശ്യം. അത് ഞങ്ങളുടെ എംബാപ്പയുടെ കീഴിലുള്ള ടീം ഏറ്റവും നല്ല പോലെ കളിച്ച് ഈ പ്രാവശ്യം ഞങ്ങൾ 2ാം സ്ഥാനത്താണെങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങൾ 1ാം സ്ഥാനത്തേക്ക് കപ്പ് മേടിക്കുന്നതായിരിക്കും. നമ്മളും ഫ്രാൻസ് കപ്പടിക്കും. എന്തൊരു സാധ്യത? മെസ്സി എംബാപ്പയുടെ പെർഫോമൻസ് പ്രായഭേദമന്യേ എല്ലാവരും തന്നെ ഫുട്ബോൾ ആരാധകരാണ് എന്നുള്ളതാണ്. ഇവിടെ രസകരമായ മനോഹരമായ കാഴ്ചകളുണ്ട്. സൈഫുദ്ദീൻ, മഹേഷ് നോക്കൂ, റൊണാൾഡോയുടെ കൂറ്റൻ ഫ്ലക്സ് ഉണ്ട്, മെസ്സിയുടെ കൂറ്റൻ ഫ്ലക്സ് ഉണ്ട്, അപ്പുറം നെയ്മാർ ഉണ്ട്. ഇങ്ങോട്ട് വന്നാൽ ഈ സിറ്റി നിറയെയും ആരാധകരുടെ വലിയ ഫ്ലക്സുകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. ഫ്രാൻസിൻ്റെതുണ്ട്, അർജന്റീനയുടേതുണ്ട്, അപ്പുറം സ്പെയിനുണ്ട്, സെനഗലുണ്ട്. ഒരാരാധകൻ മാത്രമുള്ള സെനഗലിന് പോലും കൂറ്റൻ ഫ്ലക്സ് ഉണ്ട് എന്നുള്ളതാണ്. തൊട്ടപ്പുറം നെയ്മറിന്റെ വലിയ ഒരു കട്ടൗട്ട് ഉണ്ട്. അങ്ങ് അകലേക്ക് നോക്കിയാൽ ഇംഗ്ലണ്ടിന്റെ വരെ ഫ്ലക്സ് ബോർഡുകൾ കാണാൻ കഴിയുന്ന ഒരു അപൂർവമായ നഗരം, അല്ലെങ്കിൽ ഒരു കവല എന്ന് പറയാം പാറേക്കവല. ഇവിടെ എല്ലാവരും ഫുട്ബോൾ ആവേശത്തിലാണ്. അതേ വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗം നോക്കൂ, അവിടെയും സ്റ്റിക്കറുകൾ കൊണ്ട് ബ്രസീലിന്റെ ഒരു ആരാധകന്റെ വാഹനമാണ് എന്ന് തോന്നുന്നു. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഈ ഫുട്ബോളിന്റെ ആവേശത്തിൽ തന്നെയാണോ? ഫുട്ബോളിന്റെ ആവേശം തന്നെ. ഞാനൊരു അർജന്റീന ഫാനാണ്. പക്ഷേ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. ഇവിടെ എല്ലാ ഫ്ലെക്സുകളും കാര്യങ്ങളും എല്ലാം വെച്ച് നമ്മൾ സൗഹൃദമായിട്ട് ഒന്നിച്ച് തന്നെയാണ്. അർജന്റീന ആരാധകൻ ഈ ബ്രസീലിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച വാഹനത്തിൽ എങ്ങനെ വന്നു? ബ്രസീലിന്റെ ആരാധന അദ്ദേഹം വേറെ തിരക്കിലായതുകൊണ്ട് വണ്ടി തന്നെ എടുക്കാൻ പറഞ്ഞാണ്. അപ്പൊ ഈ പരിപാടി ഒന്ന് അറിയാൻ വേണ്ടി ഇത് കാണിക്കാൻ വേണ്ടി ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. അത് തന്നെയാണ് ഇവിടെ. ആ സ്റ്റിക്കർ പതിച്ച കാറ് ഓടിക്കാൻ ബ്രസീൽ ആരാധകൻ വന്നില്ല, തിരക്കായിരുന്നു. അപ്പൊ അർജന്റീന ആരാധകർ തൂക്കി പറഞ്ഞേക്ക്. അതാണ് കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിന്റെ അങ്കണത്തിലുള്ള ആവേശം കാണിച്ചപ്പോൾ ചിതാ ജഗത്തും സൈഫുദ്ദീനും തമ്മിൽ മുട്ടൻ അടി ഉണ്ടാക്കണമെന്ന് ഞാൻ കണ്ടു. പക്ഷെ അങ്ങനെയല്ല ഞങ്ങൾ ഇടുക്കിക്കാര്. ഞങ്ങൾക്ക് ഫുട്ബോൾ ആവേശമൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര സ്നേഹം തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതാണ് സൈഫുദ്ദീൻ ഇതിനകത്ത് പറയാനുള്ളത്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. അല്പസമയത്തിനകം ഇവിടുത്തെ വിളംബര ജാഥ ആരംഭിക്കും. വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഹൈജാക്കേഴ്സ് ക്ലബ്ബ് കൂടി ഒന്ന് കാണാമെന്ന് തോന്നുന്നു. ഇച്ചിരി അങ്ങോട്ട് മാറിയാൽ അവർ വലിയ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടുത്തെ ആളുകൾക്കൊരു പരാതി കൂടി ഉണ്ട് എന്നാണ് മനസ്സിലായി. ഇവിടെ ഒരു ഗ്രൗണ്ട് ഇല്ലാത്തതിന്റെ ഒരു പ്രയാസമാണ്. ഈ പ്രാവശ്യത്തെ പഞ്ചായത്ത് സമിതി അതിനുവേണ്ടിയുള്ള പല ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മളെ ഫണ്ടൊക്കെ വെച്ച് കണ്ടെത്തിയിട്ടുണ്ട് പഞ്ചായത്തിൽ. നമ്മളതിന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഈ പ്രാവശ്യം മന്ത്രിയെ കണ്ട നിവേദനം ഇന്നലെ കൊടുത്തേ ഉള്ളൂ. അപ്പോൾ അനുകൂലമായൊരു ഇതാണ് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. അതാണ് സൈഫുദ്ദീൻ പറയുന്നത്. ഇവിടെ ഇത്രയധികം വലിയ ഫുട്ബോൾ ആരാധകരുണ്ടെങ്കിലും ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളൊരു പരാതി ഇവർക്കുണ്ട്. ആ പരാതി ഇത്തവണ മാറ്റും എന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. ഇതാണ് ഇവരുടെ